വിഭ്രമവാദം. അവരെപ്പോഴും പിടികൂടുന്നത് ആ ഒരു വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ നടക്കുന്ന സദസ്സിനെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. കേരളീയ മുസ്ലിങ്ങളുടെ പള്ളികളിലും മദ്രസകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും എന്തിനധികം കല്യാണം നടത്തുന്നതിന്റെ തലേ ദിവസം കല്യാണ വീട്ടിൽ പോലും മജ്‌ലിസിനോട് വ്യാപകമാക്കിയത് ജാമിയ നൂറിയയിൽ ഈ സംഗമം സംഘടിപ്പിച്ചുകൊണ്ടും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇജാസത്ത് കൊടുത്തുകൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ജാമിയയെയോ അതിന്റെ നേതാക്കളെയോ അതിന്റെ പ്രവർത്തകരെയോ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാൻ ഒരുത്തരം ഇറങ്ങി പുറപ്പെടേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ജാമിയ നൂരിയ അറബി കോളേജ് സമസ്തയുടേതല്ലാതാകുന്നു എന്നാണ്. ആര് പറഞ്ഞു ജാമിയ നൂരിയ അറബി കോളേജ് സമസ്തയുടേതല്ല എന്ന്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജാമിയ ഏറ്റെടുക്കാൻ അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു അവകാശമില്ലെന്ന്? സമസ്ത ഏറ്റെടുത്തുകൊള്ളട്ടെ, അതിനെന്തിനാ ബേജാറാവുന്നത്? പക്ഷെ വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിക്കണം. ഞാൻ പറയുന്നത് അല്പസമയം നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ തീരും, അവർക്കും ആ തെറ്റിദ്ധാരണ തീരും. ഈ വലിയ പുരുഷാരനോട് തടിച്ചുകൂടിയത് ഈ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ. സലീം എന്നെ നേരത്തെ വിളിച്ചു പറഞ്ഞു, മഴ വരുന്നുണ്ട്, വേഗം വന്നാലേ പ്രസംഗിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരോടല്ല പ്രസംഗിക്കാനുള്ളത്, ഇത് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ട്, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവരിതൊക്കെ ബോധ്യമായ ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ അവര് മനസ്സിലാക്കാൻ വേണ്ടി തെറ്റിദ്ധാരണ വരുത്തിയ ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനം എന്ന രീതിയിൽ ഒരു സ്ഥാപനത്തിൽ ഒരാളെ നിയമിക്കുക, പിരിച്ചുവിടുക, ഇത് സ്വാഭാവികമായും ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനമുണ്ട്. ആ തീരുമാനവും പിന്നീട് നടന്ന നടപടിക്രമങ്ങളും ഒക്കെ പരിശോധിച്ച് ഭരണഘടനയും പരിശോധിച്ച് ഒരല്പസമയം കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം. 1978 ഏപ്രിൽ മാസം 15-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ ഒരു തീരുമാനമെടുത്തത് വളരെ വ്യക്തമായി സമസ്തയുടെ മിനിറ്റ്സിലുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് ജാമിയ നൂരിയ അറബി കോളേജിൽ ഉസ്താദുമാരെയും പ്രിൻസിപ്പലിനെയും നിയമിക്കുന്നതും പിരിക്കുന്നതും പിരിച്ചയക്കുന്നതും സമസ്ത മുശാവറയുടെ അംഗീകാരത്തോടെ മാത്രമേ ചെയ്യാവൂ എന്ന് കോളേജ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചു. ഈ നിർദ്ദേശം കോളേജ് കമ്മിറ്റിയിലെ പ്രമുഖരെ ധരിപ്പിക്കുന്നതിന് കുഞ്ഞിക്കോയ തങ്ങൾ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നിവരെ ചുമതലപ്പെടുത്തി. തങ്ങളാണ് അതിൽ അധ്യക്ഷം വഹിച്ചത്, പുള്ളാൾ സയ്യിദ് റഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ. ഇതൊരു തീരുമാനമാണ് സമസ്തയുടെ നിർദ്ദേശം കോളേജിനെ അറിയിക്കാൻ. പക്ഷെ ഈ തീരുമാനം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇതുവരെ ഇവിടെ നടന്ന നടപടിക്രമങ്ങളെ കുറിച്ച് പരിശോധിക്കണം. ബാബക്കി തങ്ങളുടെ കാലഘട്ടം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ കൃത്യമായൊരു വിഷയം പറയുമ്പോൾ അത് ആധികാരികമായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ജാമിയ നൂരിയ അറബി കോളേജിന്റെ ബാബക്കി തങ്ങളുടെ കാലഘട്ടം മുതലുള്ള മിനിറ്റ്സ് ഞാനിവിടെ വന്ന് പരിശോധിച്ചു. അവിടെ ആളുകളെ നിയമിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ പിരിച്ചയക്കുന്നതിനെ കുറിച്ചുമൊക്കെ അവർ എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് വായിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിർദ്ദേശം കോളേജ് കമ്മിറ്റിക്ക് കൊടുത്തപ്പോൾ ഈ കോളേജ് കമ്മിറ്റിയിൽ 11 മുശാവറ മെമ്പർമാർ അതിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. ആ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇരിക്കുമ്പോഴാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അറിവോടെയാണല്ലോ ഈ തീരുമാനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമെന്ന രീതിയിൽ ഈ സ്ഥാപനം ഇതേ രീതിയിൽ ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ ഇന്നയാളെ പിരിച്ചുവിടുമ്പോഴും നിയമിക്കുമ്പോഴും സമസ്തയോട് ചോദിച്ച ഒരു പാരമ്പര്യം ഈ മിനിറ്റ്സിലൊന്നും കാണുന്നില്ല, ഈ തീരുമാനത്തിന്റെ ശേഷവും കാണുന്നില്ല. രണ്ടാമതായി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭരണഘടനയിൽ ഒരു വകുപ്പുണ്ട്. ആ വകുപ്പ് അനുസരിച്ച് മുശാവറ അംഗീകരിച്ചു കൊടുക്കുന്ന ആളുകളെ മാത്രമേ ജനറൽ ബോഡിയിൽ ചേർക്കാൻ പാടുള്ളൂ എന്ന്. ഇവിടെ ജനറൽ ബോഡിയിലേക്ക് ഒരാളെ മെമ്പറായി എടുക്കുമ്പോഴും അതുപോലെ തന്നെ അതിന്റെ യോഗം നടത്തുമ്പോഴും 11 മുശാവറ മെമ്പർമാർ ഇതിൽ പങ്കെടുക്കേണ്ടതാണ്, പങ്കെടുക്കാറുമുണ്ട്. ആ പങ്കെടുക്കുന്നവർ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിലെ പ്രമുഖരായിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഉണ്ടാകും, അതുപോലെ തന്നെ പ്രഗത്ഭരായ സെക്രട്ടറി ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഈ തീരുമാനമൊക്കെ എടുക്കുമ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഇവിടെയുണ്ട്, സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെയുണ്ട്, പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. ഇവരൊക്കെ അണ്ടർസ്റ്റാൻഡിംഗിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഈ പ്രവർത്തനം സമസ്തയുടെ അറിവോടെ തന്നെയാണ്. അതിലെന്താ തർക്കമുള്ളത്? ഇനി ഞാൻ പറയുന്നത് വളരെ വേഗത്തിൽ തീർക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. 1973 മെയ് 8 മിനിറ്റ്സ്. ഈ മിനിറ്റ്സിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഇതിൽ പറയുന്നത് 8/5/73 കോളേജ് ബിൽഡിംഗിൽ വെച്ച് ഇതിന്റെ യോഗം ചേരുന്നു. പ്രസിഡന്റ് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. ഞാൻ ഈ പഴയ കാര്യം പറയുന്നത്, തെറ്റിദ്ധാരണ പരത്തിയ ചില ആളുകളുണ്ട്. ഭരണഘടനയൊക്കെ വായിച്ച് സമൂഹത്തിൽ ചിലതൊക്കെ പ്രകടിപ്പിച്ച ആളുകളുണ്ട്.
അവരെങ്കിലും ഒന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്, രേഖയുള്ളത് ഞാൻ പറയുന്നു. ഇതിലൊരു തീരുമാനം വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ചില ആളുകൾ എടുക്കാനും ഒഴിവാക്കാനും തീരുമാനം ഇതിലുണ്ട്. എന്നിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, താഴെ പറയുന്നവരെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരാക്കുവാനുള്ള തീരുമാനം തീരുമാനിച്ചു എന്നർത്ഥം. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട്, ഈ താഴെ പറയുന്ന ആളുടെ പേര്, അവരെ എങ്ങനെയാണ് മുഷാവറിലേക്ക് എടുത്തത് എന്ന രീതി നോക്കണം നിങ്ങൾ. ഈ മുഷാവറ മെമ്പർമാരടക്കമുള്ള ആളുകളുള്ള ഈ ഭരണസമിതി എങ്ങനെയാണ് ഇവരെ എക്സിക്യൂട്ടീവിലേക്ക് എടുത്തത് എന്ന തീരുമാനം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കുന്ന ഓരോരുത്തരും നോക്കൂ. ജനാബ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, സയ്യിദ് അലി ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി, CKP ചെറിയ മമ്മൂക്കൈ തലശ്ശേരി, ഹാജി കടവത്ത് ഹൈദു ഹാജി പാണ്ടിക്കടവത്ത് ഹൈദു ഹാജിയ, KB മുഹമ്മദ് എന്ന കുഞ്ഞിപ്പ ഹാജി പട്ടിക്കാട്, കുഞ്ഞാപ്പ ഹാജി കുഞ്ഞിപ്പ ഹാജി എന്ന് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് കൊടശ്ശേരി കുഞ്ഞാപ്പ ഹാജി, C അയമുട്ടി ഹാജി. അങ്ങനെ ഇവരുടെ പേരുകൾ എഴുതിയിട്ട് ഇതിൽ പറഞ്ഞ വാചകം കൃത്യമായി ഞാൻ വായിക്കാം. ഇവർക്ക് ഓരോ ജനറൽ ബോഡി മെമ്പർഷിപ്പ് ഫോറവും, അതിന്റെ അർത്ഥം എന്താ? അവർ ജനറൽ ബോഡി മെമ്പർമാരല്ല. അവർക്ക് ജനറൽ ബോഡി മെമ്പർഷിപ്പ് ഫോറവും ഓരോ കത്തും എഴുതി അയക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ അവരെ ഡയറക്റ്റ് ജനറൽ ബോഡിയിലേക്ക് എടുക്കുക, എന്നിട്ട് അവർ എക്സിക്യൂട്ടീവിലേക്ക് എടുക്കുക. ആ സന്ദർഭത്തിൽ സമത്വ മുഷാവറയോട് ചോദിച്ചായിട്ട് മനസ്സിലില്ല. സമസ്തക്ക് നേരത്തെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. അവരെ ജനറൽ ബോഡി മെമ്പർമാരാക്കാൻ തീരുമാനിച്ചു. ഈ മിനിറ്റ്സിന്റെ ഒരു ഭാഗത്തും അത് കാണുന്നില്ല. അവർ സമത്വ കേരള ജംഇയ്യത്തുൽ പറയുന്ന ആളുകളെ മാത്രമേ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടനയിൽ കൃത്യമായി പറയുന്നു. എന്തുകൊണ്ട് ഇതിൽ കാണുന്നില്ല? 11 മുഷാവറ മെമ്പർമാർ അവിടെ ഉണ്ടാകും. അവരറിഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. ഇന്നേ വരെ അതിനെ ചോദ്യം ചെയ്യുന്ന സമീപനം സമത്വ മുഷാവറിൽ നിന്നുണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും ജാമിയ കമ്മിറ്റിയിലുണ്ട്. മുഷാവറിലെ 11 പേർ പ്രമുഖരായ മറ്റുള്ള ആളുകളും അവർ കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുന്നു. മാത്രമല്ല ഇതിൽ പറയുന്ന ഒരു കാര്യം കൂടി നോക്കൂ നിങ്ങൾ. വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ജനറൽ ബോഡി മെമ്പർഷിപ്പ് ഫോറം ചേർത്തത് ആഫീസിൽ അടക്കേണ്ടതും ബാക്കി ഫോറം ഉടനെ മടക്കേണ്ടതുമാണെന്ന് തീരുമാനിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? കുട്ടികളെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ടാവും ഇവർ ചേർക്കാൻ ഫോറം. പോസ്റ്റൽ അയക്കുന്നതിന് വരെ കുട്ടികളെ കയ്യിൽ കൊടുത്തയച്ചിട്ട് ആ ഫോറം പൂരിപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും. അതിവിടെ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് മുഷാവറയല്ല ചെയ്യുന്നത്, അത് ചെയ്യുന്നത് ഈ കമ്മിറ്റിയാണ്. ഡയറക്റ്റ് ആയിട്ട് ജനറൽ ബോഡിയിലേക്ക് എടുക്കുന്നു. അതേ യോഗത്തിൽ വെച്ച് തന്നെ അവർ എക്സിക്യൂട്ടീവിലേക്കും എടുക്കുന്നു. കൃത്യമല്ല ഇതിൽ പറയുന്നത്? മിനിറ്റ്സ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ജാമ്യയുടെ ഓഫീസിൽ മിനിറ്റ്സ് ഉണ്ടല്ലോ. പിന്നെ ഈ ചെയ്യുന്ന പ്രവർത്തനം അന്ന് ചെയ്ത പോലെ തുറന്നു പോരുന്നു. അതുപോലെ അടുത്ത് നോക്കൂ. 1973 നവംബർ 7 ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സയ്യിദ് ഉമർ മാഫി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുദരിസ് യൂസുഫ് ഹാജിക്ക് പകരം ഒരു മുദരിസിനെ കണ്ടുപിടിക്കാൻ പ്രിൻസിപ്പാളെ അധികാരപ്പെടുത്തി. ഒരു മുദരിസിനെ മാറ്റുന്നു, വേറൊരു മുദരിസിനെ വെക്കുന്നു. സമസ്തയോട് ചോദിച്ചിട്ടില്ല. സമത്വ കേരള ജംഇയ്യത്തോട് ചോദിക്കണമെന്ന് അന്ന് സമത്വ പറഞ്ഞിട്ടില്ല. കാരണം സമത്വയുടെ 11 മുഷാവറ മെമ്പർമാർ ഇവിടെ ഉണ്ട്. സമത്വയുടെ സ്ഥാപനമാണിത്. ആ സ്ഥാപനത്തിൽ അവർ കൂടിച്ചേർന്ന് ചെയ്യുന്ന തീരുമാനത്തിൽ പിന്നെ വേറൊരു തീരുമാനം വരുന്നതിനാ? സമത്വയുടെ അറിവോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അങ്ങനെയാണ് നടക്കേണ്ടതും. ഇല്ലെന്നൊരു പ്രചരണം സമൂഹത്തിൽ നടത്തി തെറ്റിദ്ധാരണ വരുത്താൻ പോകുന്നതിന്. അത് കഴിഞ്ഞ് നോക്കൂ. മറ്റൊരു മിനിറ്റ്സ് പട്ടിക്കാട് കോളേജിൽ അറബി കോളേജിന്റെ യോഗം ചെയ്തിരുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് അധ്യക്ഷൻ. 1987 സെപ്റ്റംബർ 23 സെപ്റ്റംബർ 23 മിനിറ്റ്സാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ ഈ വായിക്കുന്നത് ഇതുപോലെ ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് ആ പഴയ മിനിറ്റ്സ് നോക്കാൻ അവരനുവദിച്ചാൽ നിങ്ങൾക്ക് കഴിയും. ഒരു പ്രമുഖനായ അധ്യാപകനെ പിരിച്ചുവിട്ട വിവരം അതിലുണ്ട്. അതെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തെ നീക്കം ചെയ്തു. തീരുമാനിച്ചതാരാ? 11 മുഷാവറ മെമ്പർമാരും ഈ കമ്മിറ്റി അംഗങ്ങളും അടക്കമുള്ള കമ്മിറ്റി. ആ 11 മുഷാവറ മെമ്പർമാർ ഇതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ്. അവർ പങ്കെടുക്കാറുമുണ്ട് പലരും. എന്നിട്ട് ഇതിൽ പറയുന്നു, ഉസ്താദുമാരുടെ ഒഴിവ് കഴിയുന്ന വേഗത്തിൽ നികത്താൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, പ്രിൻസിപ്പാൾ എന്നിവരെ ചുമതലപ്പെടുത്തി. ഉസ്താദുമാരുടെ ഒഴിവ് നികത്താൻ സമത്വ മുഷാവറ അല്ല ചുമതലപ്പെടുത്തിയത്. ചുമതലപ്പെടുത്തിയത് ഈ സംഘത്തിന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയും ആണ് ചുമതലപ്പെടുത്തുന്നത്. പ്രിൻസിപ്പളെയുമാണ് ചുമതലപ്പെടുത്തുന്നത്. അതിനുശേഷം പിന്നീട് ഈ പ്രിൻസിപ്പൾ തന്നെയാണ് ആളുകളെ നിയമിക്കാറുള്ളത്. പ്രഗത്ഭരായ മുദരിസുമാരെ കണ്ടെത്താൻ ചിലത് ഏർപ്പാട് ചെയ്യും. ഒരുപക്ഷെ ഇവിടുത്തെ മുദരിസുമാർ കണ്ടെത്തും, അല്ലെങ്കിൽ ഇവിടുത്തെ സഹായികൾ ആരെങ്കിലും കണ്ടെത്തും. പ്രിൻസിപ്പളോട് എന്ന് പറയും. പ്രിൻസിപ്പൾ സമത്വയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം അവരെ ഇന്റർവ്യൂ ചെയ്യും, അല്ലെങ്കിൽ പരിശോധിക്കും, അവരെ മെമ്പർമാരായിട്ട് ഇവിടെ എടുക്കും. എന്ന് പറഞ്ഞാൽ അവരെ ഈ സ്ഥാപനത്തിലെ അധ്യാപകരായി നിയമിക്കും. അവർ അധ്യാപകനെ നിർത്തുന്നതും പിരിച്ചുവിടുന്നതും ഇതേവരെ ഈ കമ്മിറ്റി തന്നെയാണ്. അങ്ങനെ പിരിച്ചുവിടാൻ സമത്തിന് അനുമതി വേണമെന്ന് സമത്ത പറഞ്ഞത് ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞതാണ്. ആ നിർദ്ദേശം പറഞ്ഞ ഡേറ്റും ഞാൻ പറഞ്ഞു. പിന്നെയും നോക്കൂ നിങ്ങൾ. 1984 ജൂലൈ 18 മിനിറ്റ്സ്
ഇവിടുത്തെ ഔദ്യോഗിക മിനിറ്റ്സിന്റെ പേജാണ് ഞാൻ വായിക്കുന്നത്. പട്ടിക്കാട് ജാമിയ നൂറിയ അറബി കോളേജ് കമ്മിറ്റിയുടെ 18/7/74 ചേർന്ന പ്രബന്ധ സമിതിയുടെ സംക്ഷിപ്ത സംഭവ വിവരം എന്നാ പറയുന്നത്. ആ യോഗത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷതയായിരുന്നു. അതും ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ പറയുന്നു, കോളേജിൽ ഒരു മുദരിസിനെ നിയമിക്കുവാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, പ്രിൻസിപ്പാൾ എന്നിവരെ അധികാരപ്പെടുത്തുകയും ചെയ്തു. മുഷാവറയല്ല അധികാരപ്പെടുത്തിയത്. ഇതാണ് പാരമ്പര്യം ജാമിയയുടെ. ഈ പാരമ്പര്യമാണ് തുറന്നു വരുന്നത്. ഇപ്പോൾ ഒരു നീക്കം ചെയ്യുന്നുണ്ടായപ്പോൾ ഒരു ടെർമിനേഷന്റെ വിഷയത്തിൽ മാത്രം വലിയൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ എന്താണ് കാരണം? അങ്ങനെ ഒരാളെ മാറ്റിയതിൽ പ്രതിഷേധമുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ചാനൽ എന്താ? പ്രതിഷേധമല്ല വേണ്ടത്, മറിച്ച് സമത്വ മുഷാവറക്ക് ഒരു പരാതി കൊടുക്കാം, ജാമിയ കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുക്കാം, സമത്വയുടെ ആലിമീങ്ങളെ കണ്ട് കൃത്യമായി കാര്യം ബോധ്യപ്പെടുത്താം. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ് ജാമിയ സമസ്യയിൽ നിന്ന് പോയിരിക്കുന്നു, ജാമിയ രാഷ്ട്രീയക്കാരെ കൈയടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കാൻ വന്ന് സമത്വയുടെ പാരമ്പര്യവും അതിന്റെ മിനുസും അതിന്റെ നടപടിക്രമങ്ങളും അതിന്റെ കീഴ്വഴക്കവും ഇല്ലാത്തൊരു കാര്യം സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വന്നാൽ മനസ്സ് വേദനിച്ച് ജാമിയെ സ്നേഹിക്കുന്നവർ ഇതുപോലെ ഒരുമിച്ച് കൂടി മറുപടി പറയുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ എന്താ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനാ വരുന്നത്? സമൂഹത്തെ ഒന്നിപ്പിച്ച പാരമ്പര്യമാണ് സമത്വക്കുള്ളത്. സമത്തെ ഒരുമിച്ച് നിർത്തിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തെ ഒരുമിച്ച് നിർത്തിയ പാരമ്പര്യമാണത്. സമത്വ ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല. ഈ ജാമിയെ കുറിച്ച് ഫൈസീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി രാഷ്ട്രീയക്കാർ ഇത് കൈയടക്കിയിരിക്കുന്നുവെന്ന് ആദ്യം പറഞ്ഞതാരാ? സമത്തയിൽ നിന്ന് പുറത്തുപോയ ആളുകളാ. ഞാൻ അവരെ ആക്ഷേപിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. കാരണം അവർക്കിപ്പോ തിരിച്ചറിവ് വരികയും അവർ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യണമെന്ന് പറയുന്നൊരു ഘട്ടമാണെങ്കിലും അന്ന് ഫൈസീസ് അസോസിയേഷൻ ഉണ്ടാക്കി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനം രാഷ്ട്രീയക്കാർ കൈയടക്കിയിരിക്കുന്നുവെന്ന് അവര് പറഞ്ഞ അതേ കാര്യം ഇന്ന് ഏറ്റുപിടിച്ചു വരുന്നവർ ഈ ഉമ്മത്ത് ചരിത്രം മറന്നിട്ടില്ല എന്നെങ്കിലും ഓർക്കണം. നമ്മുടെ ചരിത്രം മറന്നിട്ടില്ല. അവര് ചരിത്രം, ആ കാലഘട്ടത്തിലെ ചരിത്രം അവരുടെ ഇവരെ ഏറ്റെടുക്കുക. ഞാൻ ഒന്നുകൂടി പറയുന്നു, അടുത്ത മിനിറ്റ്സ് നോക്കൂ നിങ്ങൾ, അധികം വായിക്കുന്നില്ല. 1985 ഏപ്രിൽ 17 അതുകൊണ്ട് ഇതൊക്കെ സമത്വ നിർദ്ദേശം കൊടുത്തതിന് ശേഷം നിർദ്ദേശമാണത്, ഒരു തീരുമാനമല്ല. നോക്കൂ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് അധ്യക്ഷൻ. അദ്ദേഹം അതിന്റെ അടിയിൽ ഒപ്പിട്ടിട്ടുള്ളത്, തങ്ങൾ ഒപ്പിട്ടുണ്ട് ഇവിടെ. എന്താ പറയുന്നത്? ഒരു ഉസ്താദിനെ കൂടി പുതിയ അധ്യയന വർഷത്തിൽ നിയമിക്കുവാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവർകളെയും സെക്രട്ടറി അവർകളെയും ഭരമേൽപ്പിച്ചു. പ്രസിഡന്റിന് സെക്രട്ടറി ഏൽപ്പിച്ചത് പ്രിൻസിപ്പാളെ പോലും അല്ല. അവ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഏൽപ്പിച്ചു. പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരെ ഏൽപ്പിച്ചു. മിനിറ്റ്സാണ്, അവരാളെ വെച്ചു. അപ്പൊ ഒരു ഉസ്താദിനെ നിയമിക്കണമെങ്കിൽ വേറെ ഉസ്താദിനെ നീക്കം ചെയ്യേണ്ടി വരും. നിയമിക്കുന്ന ആളുകൾക്ക് ടെർമിനേറ്റ് ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് അധികാരമുണ്ടെങ്കിൽ ടെർമിനേഷനിൽ അധികാരം ഉണ്ടാവും. സ്വാഭാവികമല്ലേ? ഇതൊക്കെ സമത്ത് അറിയുന്നുണ്ട്. ഇതിന്റെ അടുത്തൊരു ഭിന്നിപ്പാനുണ്ടാക്കിയിട്ടില്ലല്ലോ, ഒരു ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല. അടുത്ത മിനിറ്റ്സ് 1999 ഞാനത് പറഞ്ഞ കീഴ്വഴക്കം ഇങ്ങനെ ഒരാളെ മാറ്റി നിർത്തുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? 1999 നവംബർ മാസത്തിലെ യോഗം 20/11/99 നവംബർ 20 99 നവംബർ 20 യോഗം കൃത്യം 7 മണിക്ക് പാണക്കാട്ടാണ് യോഗം ചേർന്നത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷതയിൽ. ഇതിൽ പറയുന്നു, അടുത്ത വർഷം ബിരുദാനന്തര കോഴ്സ് നടത്തുവാൻ തീരുമാനിക്കുകയും ഒരു മുദരിസിനെ കൂടി അധ്യാപനത്തിന് വെക്കുവാനും തീരുമാനിച്ചു. സമത്തിന് അനുമതി വാങ്ങിയിട്ടല്ല. എന്തുകൊണ്ട് വാങ്ങിയിട്ടില്ല? വാങ്ങേണ്ട ആവശ്യമില്ല. 11 ആൾ ഇവിടെ ഇല്ലേ? ആ 11 പേര് അറിഞ്ഞുകൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇതിൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നേരെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ ഇവര് പറയുന്ന ഭരണഘടനാപരമായ കാര്യം, ഭരണഘടനയുടെ 13C ഉത്തരവാദിത്വം എന്ന് പറയുന്ന രംഗമുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്ന രംഗം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥാപനം ഏറ്റെടുക്കാൻ അധികാരമുണ്ട് സമത്വം എന്ന് പറയുന്നുണ്ട്. എല്ലാം സമ്മതിച്ചു. ആ ഭരണഘടനാ വകുപ്പ് ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ആ ഭരണഘടനാ വകുപ്പിൽ കൃത്യമായി പറയുന്ന കാര്യമുണ്ട്. ഒന്ന്, ഇതിൽ പറയുന്നത്, ഇവര് പറയുന്നത് ഈ ഭരണഘടനയിൽ മാറ്റാൻ പാടില്ലാത്ത ചില വകുപ്പുകളുണ്ട് എന്നാണ്. അംഗീകരിക്കുന്നത് മഹാന്മാരുണ്ടാക്കിയ ഭരണഘടനയാണ്, ഒരു തർക്കമല്ല. പക്ഷെ അവർ ഒരു കോൺഫ്ലിക്ട് സമൂഹത്തിൽ ഉണ്ടാക്കാനല്ല ഈ ഭരണഘടന ഉണ്ടാക്കിയത്. ഈ ഭരണഘടനയിൽ പറയുന്നു, സമത്വയുടെയോ സംഘത്തിന്റെയോ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് എതിരായ ഭേദഗതികൾക്കും ഉപനിയമങ്ങൾക്കും നിയമസാധുത ഉണ്ടായിരിക്കില്ല. എന്നിട്ട് പറയുന്നു 3B 4C 13AB എന്നീ വകുപ്പുകളിൽ പറഞ്ഞ സമത്വയുടെ ആ തീരുമാനങ്ങളൊന്നും മാറ്റാൻ പാടില്ല. ഇതേതാ മാറ്റാൻ പാടില്ലാത്ത വകുപ്പ്?
മാറ്റാൻ പാടില്ലാത്ത വകുപ്പ് ഒന്ന് 11 മുഷാവറ അംഗങ്ങൾ പ്രവർത്തക സമിതിയിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. അത് മാറ്റിയിട്ടില്ലല്ലോ. ഇപ്പോഴും 11 മുഷാവറ മെമ്പർമാർ ഈ സമിതിയിലുണ്ടല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 11 മുഷാവറ മെമ്പർമാർ ഇപ്പോഴും ജാമ്യയുടെ കമ്മിറ്റിയിലുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ആരൊക്കെയാണ് ജാമ്യ കമ്മിറ്റി ഇപ്പോൾ ഉള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ MD ഉസ്താദുണ്ട്, കൊയ്യോട് ഉസ്താദുണ്ട്, നെല്ലായ ഉസ്താദുണ്ട്, ബഹാവുദ്ദീൻ നദവിയുണ്ട്, വാക്കോട് മൊയ്തീൻകുട്ടി പൈസയുണ്ട്, മുസ്തഫൽ പൈസയുണ്ട്, ഉമർ പൈസ മുക്കമുണ്ട്, ഹൈദർ പൈസയുണ്ട്, അംസക്കുട്ടി മുസ്ലിയാരുണ്ട്. 10 പേര്. പലപ്പോഴ തങ്ങൾ മരണപ്പെട്ടു പോയി, അപ്പോൾ 11 പേര്. ഈ ആളുകൾ കൃത്യമായി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഈ 11 പേരെ എക്കാലത്തും ഈ മിനിറ്റ്സ് പരിശോധിച്ചാൽ കാണാം ഈ 11 പേര് ആരാകണമെന്ന് സമസ്തയാണ് തീരുമാനിക്കാറുള്ളത്. ആ 11 പേരിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോവുകയോ സ്ഥാനചലനം വരികയോ ചെയ്താൽ പകരം ആളെ തരാൻ സമസ്തയോട് ആവശ്യപ്പെടാറാണ്. സമസ്തയോട് ആവശ്യപ്പെടും, സമസ്ത കൊടുക്കും. ഇതാണ് കീഴ്വഴക്കം. അത് ഈ മിനിറ്റ്സിലൊക്കെ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ആ രീതിയിലേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. രണ്ടാമത് പറയുന്നത് എന്താണ്? മറ്റൊരു വകുപ്പ് പറയുന്നത് ജനറൽ ബോഡിയിലേക്ക് സമസ്ത ശുപാർശ ചെയ്തവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആ ഭരണഘടനാ വകുപ്പ് മാറ്റിയിട്ടില്ലല്ലോ. 11 മുഷാവറ മെമ്പർമാരും കൂടി അറിഞ്ഞുകൊണ്ടാണ് ജനറൽ ബോഡിയിലേക്ക് മെമ്പർമാർ എടുക്കുന്നത്. ആ 11 മുഷാവറ മെമ്പർമാർ എന്ന് പറയുന്ന സമസ്തയിലെ പ്രമുഖരല്ലേ. ആ ഒരു പരസ്പര ധാരണ ആ രീതിയിലാണ് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ജനറൽ ബോഡിയിലേക്ക് നേരിട്ടെടുക്കാൻ ഫോറം കൊണ്ടുപോയി കൊടുത്ത് കുട്ടികളെ കൊണ്ട് ഒപ്പിടിച്ച് കൊണ്ടുവന്ന മിനിറ്റ്സ് തീരുമാനം എന്ന് പറഞ്ഞാൽ അവരെ ജനറൽ ബോഡിയിൽ ചേർത്തു, എക്സിക്യൂട്ടീവിലേക്ക് ചേർത്തു, ഭാരവാഹികൾ മാറ്റി. ഷെയ്ഖ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ജനറൽ ബോഡിയിൽ എടുത്തു. അപ്പൊ തന്നെ ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. കീഴ്വഴക്കങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. അന്നും ഈ 11ഓളം മുഷാവറ മെമ്പർമാർ ഇത് അറിയുന്നുണ്ട്. ഇതിലൊന്നും സമൂഹത്തിന്റെ അഭിപ്രായറ്റേഴ്സ് ഉണ്ടായിട്ടില്ല. സമസ്ത അറിയാത്തൊരു കാര്യം നടക്കുന്നില്ല. 11 മുഷാവറ മെമ്പർമാർ കൃത്യമായി ഇതിന്റെ കമ്മിറ്റിയിലുള്ളപ്പോൾ ഇതിന്റെ ചലന നിശ്ചലനങ്ങൾ മുഴുവൻ സമസ്തക്ക് അറിയാം. പിന്നെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒന്നെന്താ? ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന്, സംഘത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. സംഘത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താ? ചില ഘട്ടങ്ങളിൽ എന്നാൽ ഈ തീരുമാനങ്ങൾ മാറ്റിയിട്ടുണ്ടല്ലോ. ഉദാഹരണം പറയാം. അതിൽ പറയുന്നത് എന്താ? ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്ന 13ാം ഖണ്ഡികയിൽ പറയുന്നത് അസോസിയേഷന്റെ കീഴിലുള്ള കോളേജിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ കരിക്കുലം അല്ലാത്ത മറ്റൊന്നും അനുവദിക്കാൻ പാടില്ലാത്തതാകുന്നു. സമസ്തയുടെ കരിക്കുലമല്ലാത്ത ഒന്നും ഈ സംഘത്തിന്റെ കീഴിൽ നടത്താൻ പാടില്ല. ഇവിടെ മാത്രമല്ല, ഒന്നുകൂടി പറയുന്നുണ്ട്, സമസ്തയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും മാത്രമേ അസോസിയേഷന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്വീകാര്യമാകാൻ പാടുള്ളൂ, സ്വീകാര്യമായിരിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പൊ ജാമിയ നൂരിയ കമ്മിറ്റി കീഴിലുള്ള എല്ലാ സ്ഥാപനത്തിലും സമസ്തയുടെ കരിക്കുലം മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ ഇങ്ങനെ എഞ്ചിനീയറിംഗ് കൂടെ തുടങ്ങിയത് ഈ വകുപ്പ് മാറ്റാനും പറ്റൂല. പക്ഷെ ഇതേ ആളുകൾ ഈ സമസ്തയുടെ 11 പേരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡും ജാമ്യയുടെ കമ്മിറ്റിയും ഒക്കെ കൂടിച്ചേർന്ന് എഞ്ചിനീയറിംഗ് കോളേജ് നടത്താൻ തീരുമാനിച്ചപ്പോ ഈ ഭരണഘടനയിൽ തുടക്കം മുതലുള്ളത് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ ഭരണഘടനയിലുള്ളത് F വരെയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. F വരെയുള്ള എന്താണ് ഈ മാറ്റാൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടന? ആ ഭരണഘടനയിൽ പറയുന്നത് സമസ്തയുടെ കരിക്കുലം അല്ലാതെ ഈ സ്ഥാപനത്തിൽ ഒന്നും പഠിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ രണ്ടു കൂട്ടർ സമസ്തയും ജാമ്യയും കൂടിച്ചേർന്ന് തീരുമാനമെടുക്കും. അപ്പൊ ഈ എഫിന് ശേഷം G എന്ന് പറയുന്ന ഒരു ഉപവകുപ്പ് കൂട്ടിച്ചേർക്കും. നേരത്തെ ഉള്ളതിനേക്കാൾ 6, 7 ആക്കി. നേരത്തെ 6 ഉള്ളൂ. A, B, C, D, E, F. ഒരു G കൂട്ടിച്ചേർക്കും. ആ G കൂട്ടിച്ചേർത്ത് എങ്ങനെ? അതിനുവേണ്ടി ഒരു ഇംഗ്ലീഷ് ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന ഓഫീസിലുണ്ട്. എന്താ ഭരണഘടനയിൽ പറയുന്നത്? ടു സ്റ്റാർട്ട് ആൻഡ് റൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇംപാർട്ടിംഗ് എഡ്യൂക്കേഷൻ ജനറൽ ആൻഡ് ടെക്നിക്കൽ. ജനറലും ടെക്നിക്കലുമായ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രദാനം ചെയ്യാൻ ടു ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇറസ്പെക്ടീവ് ഓഫ് റിലീജിയൻ, കാസ്റ്റ് ആൻഡ് ക്രീഡ് ആൻഡ് ഹെൽപ്പ് നാഷണൽ ഡെവലപ്മെന്റ്. മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇതിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിന് ഈ സംഘത്തിന് ലക്ഷ്യമുണ്ട് എന്ന് എഴുതി ചേർത്തു. ആര്? സമസ്തയുടെ ആലിമീങ്ങളും രണ്ടു കൂട്ടരും കൂടി ചേർത്തിട്ട്. നിങ്ങൾ മാറ്റാൻ പാടില്ല എന്നുള്ള ഭരണഘടനയിൽ മാറ്റിയത്. അത് ഓരോ സാഹചര്യങ്ങളിലും ആലിമീങ്ങൾ കൂടി ചേരുമ്പോൾ സമസ്തയുടെ അനുമതിയോടുകൂടി അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതിനെന്താ കുഴപ്പം? അതിന് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അത് ആലിമീങ്ങൾ കൂടി തീരുമാനിച്ച് അവർ ചെയ്യുന്നതാ. AT മുസ്ലിംക്ക് അറിയില്ലേ ഇതിന്റെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട 13ാം വകുപ്പിൽ എഴുതി ചേർത്തിരിക്കുന്നത് സമസ്തയുടെ കരിക്കുലമല്ലാതെ ഒന്നും ഇതിലോ ജാമ്യയുടെ കീഴിലുള്ള സ്ഥാപനത്തിലോ നടത്താൻ പാടില്ല.
എന്നിട്ട് ഈ ഭരണഘടനാ വകുപ്പിന് മാറ്റിയത് മാറ്റാതെ വിദ്യാഭ്യാസ ബോർഡിന് ഭൗതിക സ്ഥാപനം തുടങ്ങാൻ സൗകര്യമുണ്ട്. അങ്ങനെ തുടങ്ങാത്ത എന്തേ? ജാമ്യത്തിൽ കൂടുന്നത് കൊണ്ട് ഭരണഘടനയിൽ മാറ്റം വരുത്തി സമർപ്പിക്കേണ്ടി വരുമെന്നതുകൊണ്ട് മാറ്റുകയല്ല, ശരിക്കും കൂട്ടിച്ചേർത്തു. മാറ്റി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കൂട്ടിച്ചേർത്തു എന്ന് പറയാം. കൂട്ടിച്ചേർക്കുമ്പോഴും ഉദ്ദേശ ലക്ഷ്യത്തിൽ കൂടിച്ചേരലല്ലേ? അത് ആരും നിങ്ങൾ കൂടിച്ചേരി ചെയ്യും. പിന്നെ ഇവര് പറയുന്നത് വലിയ ഭീഷണിയായി സമൂഹത്തോട് പറയുന്നത് എന്താ? ജാമ്യന് വല്ല ക്രമക്കേടും കണ്ടാൽ ഏറ്റെടുക്കാൻ സമത്വ മുഷാവർക്ക് അധികാരമുണ്ട്. അത് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് സമത്വ കേരള ജമിയത്തിലും ഏറ്റെടുത്തോട്ടെ, എന്താ കുഴപ്പം? പക്ഷെ നിങ്ങൾ ഭരണഘടന മുഴുവൻ വായിച്ചിട്ടുണ്ടാവില്ല. ഉസ്താദുമാർ ഒരു അനീതി ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നല്ല നിലക്ക് പോകുന്നതിന് ഇല്ലാതാക്കുകയോ ചെയ്യോ? എത്ര ലക്ഷമാണ് ഇവിടെ ഒരു ദിവസം ചെലവെന്നറിയോ? ഇതെല്ലാം കൂടി സമത്വ ഏറ്റെടുത്തി ചെലവൊക്കെ വഹിക്കുമോ? അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ എഴുതി വെച്ചാൽ എന്താ? കൃത്യമായി ഞാൻ പറയാം. പ്രവർത്തക സമിതി മെമ്മോറാണ്ടത്തിൽ പ്രസ്താവിച്ച ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ, ഇവിടെ വ്യതിചലിച്ചിട്ടില്ല. ഇനി വ്യതിചലിക്കുകയോ സമത്വയുടെ ലക്ഷ്യങ്ങൾക്ക് വിപരീതമായി വല്ലതും പ്രവർത്തിക്കുകയോ, സമത്വന്റെ ലക്ഷ്യങ്ങൾക്ക് വിപരീതമായി ഇവിടെ എന്ത് സംഭവിച്ചു പറ? ഇവിടെ എന്താണ് സംഭവിച്ചത്? സമത്വയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അത് നോക്കാൻ സമത്വയുടെ ആലിമ്യങ്ങൾ ഉണ്ടല്ലോ. അവര് 11 പേര് സമിതിയിലുണ്ടല്ലോ, അവര് മുഷാവറിലുമുണ്ടല്ലോ. അവര് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കും. നിങ്ങൾ 4 ആള് വന്ന് മൈക്ക് കെട്ടി പറഞ്ഞാൽ സമുദായം അതിന് പുല്ലുവില കൽപ്പിക്കുകയില്ല. നിങ്ങളല്ലാതെ പറയേണ്ട അതോറിറ്റിയാ പറയേണ്ടത്. ഉസ്താദുമാര് പറയേണ്ട കാര്യം നമ്മൾ മൈക്ക് കെട്ടി പറഞ്ഞാൽ എങ്ങനെയാ? ഞാനിത് പറയാൻ ഇവരോട് ചോദിച്ചത് പഠിച്ച് മനസ്സിലാക്കിയിട്ടാ പറയുന്നത്. പക്ഷെ നമ്മളല്ലാതെ തീരുമാനിക്കേണ്ടത്. സമത്വ കേരള ജമിയത്തുലമ ഏറ്റെടുക്കുകയാണെങ്കിൽ ആർക്കാ പരാതിയുള്ളത്? പക്ഷെ സമത്വം എന്താ എഴുതി വെച്ചില്ല നോക്കണം. ഭരണനിർവഹണത്തിൽ സംഘത്തിന്റെ ഈ ഭരണഘടനയ്ക്കെതിരായി വല്ലതും പ്രവർത്തിക്കുകയോ ചെയ്യുന്ന പക്ഷം ഒന്നും പ്രവർത്തിച്ചില്ല. ഇനി പ്രവർത്തിച്ചാൽ പ്രവർത്തക സമിതിയെ സസ്പെൻഡ് ചെയ്യുവാനും ഭരണം ഏറ്റെടുക്കുവാനും സമത്വയുടെ മുഷാവറ യോഗത്തിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ സമത്വം ഏറ്റെടുത്തുന്നിരിക്കട്ടെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഏറ്റെടുത്താൽ മതിയോ? ഭരണഘടന എന്താ പറയുന്നത്? ഇപ്രകാരം ചെയ്യുന്ന പക്ഷം അഥവാ ഏറ്റെടുക്കുന്ന പക്ഷം 2 മാസത്തിനധികം സംഘത്തിന്റെ ജനറൽ ബോഡി, ഏതാ സംഘത്തിന്റെ ജനറൽ ബോഡി? ഇതേ ജനറൽ ബോഡി, പുതിയ ജനറൽ ബോഡി അല്ല. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഒരു സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ട അതിന്റെ ജനറൽ ബോഡിക്കാണ് പരമാധികാരം. ഇതിൽ പറയുന്നു 2 മാസത്തിനകം സംഘത്തിന്റെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടേണ്ടതും. അപ്പൊ ഇതേ ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം. തൽക്കാലം കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു. 2 മാസത്തിനുള്ളിൽ ഇതേ ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം. പുതിയൊരു പ്രവർത്തക സമിതി സംഘടിപ്പിക്കേണ്ടതുമാണ്. ഇതേ ജനറൽ ബോഡി വിളിച്ചിട്ട് പുതിയൊരു പ്രവർത്തക സമിതി ഉണ്ടാക്കണം. ഈ ജനറൽ ബോഡി പ്രവർത്തക സമിതി ഉണ്ടാക്കിയാൽ പണക്കടത്തങ്ങൾ ഒഴിവാക്കി ഉണ്ടാക്കുമോ? അങ്ങനെ സംഭവം നടക്കില്ലല്ലോ. ഇത് അവർക്കറിയാം. അതുകൊണ്ടല്ലേ ഉസ്താദുമാർ ഇതിൽ ഇടപെടാത്തത്? അവർ ഈ കാര്യത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ? അവർക്ക് ഈ വിഷയം അറിയാം. അതുകൊണ്ട് ഏറ്റെടുക്കേണ്ട വിഷയം വന്നിട്ടില്ല. 1. 2, ഏറ്റെടുത്താൽ ഇതേ ജനറൽ ബോഡി വിളിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ട് പുതിയ പ്രവർത്തക സമിതിക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുമാണ്. ഇതേ ജനറൽ ബോഡി വിളിച്ചിട്ട് ഇവർ കണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഈ ജനറൽ ബോഡി മെമ്പർമാരെ മുഴുവൻ എടുത്ത് സമത്വയുടെ 11 മുഷാവറ മെമ്പർമാരുടെ കീഴിലാണ്. ഇക്കാലം അത്രയും ആ യോഗത്തിൽ പങ്കെടുക്കുകയും ആ യോഗത്തിൽ ഒപ്പുവെക്കുകയും ഈ നിയമനങ്ങളും പിരിച്ചുവിടലും നമുക്ക് അംഗീകരിക്കുകയും ഈ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് അംഗീകരിക്കുകയും ചെയ്ത ഒരു സമിതി, ആ സമിതിക്ക് ഇപ്പോൾ വെച്ച് പുതിയൊരു നിയമം പറയാൻ ഒരിക്കലും കഴിയില്ലല്ലോ. അത് എവിടെയും ലോ അനുസരിച്ച് നിലനിൽക്കൂല. നിങ്ങൾ ഏത് അഭിഭാഷകന്മാരോടും ചോദിച്ചു നോക്കൂ. സമത്വ കേരള ജമിയത്തുലമ ഇന്ന് ഇവിടെ ഒരു പണ്ഡിതനെ നീക്കിയിട്ട് യോഗം ചേർന്നിട്ട് അതിനെതിരെ പറഞ്ഞിട്ടില്ല. ആരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് തിരിച്ചെടുപ്പിച്ചിട്ടില്ല. യോഗത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ 11 മെമ്പർമാർ കേട്ട് അംഗീകരിച്ചത് കൊണ്ട് അത് അങ്ങനെ നിൽക്കും. ഇനി എല്ലാം പോകട്ടെ, ഒരു പൊതു നിയമം അനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ ഒരു അധ്യാപകനെ നിയമിക്കാനും പിരിച്ചുവിടാനുള്ള അധികാരമില്ലേ? ഈ സ്ഥാപനത്തിൽ പ്രഗത്ഭരായ പലരും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അവർ രാജിവെച്ച് പോയിട്ടില്ലേ? അന്ന് അവർ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയോ? നിങ്ങൾ പരിശോധിക്കൂ. ഒരു പ്രവർത്തനക്ഷമതയുള്ള ഒരു പ്രിൻസിപ്പാൾ ഇല്ലാത്തത് കൊണ്ട് പ്രിൻസിപ്പാളെ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ പ്രിൻസിപ്പാളെ മാറ്റിയിട്ടുണ്ടല്ലോ. അവിടെ ഉസ്താദുമാരെ മാറ്റിയിട്ട് അവരാരും ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച് അതിന്റെ ശിഷ്യഘടകങ്ങളെ കൊണ്ട് ഒരു മാർച്ച് നടത്താനോ പ്രതിഷേധം നടത്താനോ നിന്നിട്ടില്ലല്ലോ. എന്തേ അവർ നിൽക്കാത്ത? അങ്ങനെ ഒരു പാരമ്പര്യമില്ല. അങ്ങനെ ഒരു പരിപാടി എവിടെയും നടത്താറില്ല. ഒരു സ്ഥാപനത്തിൽ ഒരാളെ നിയമിക്കലും പിരിച്ചുവിടലും ആ അതോറിറ്റിയുടെ ചുമതലയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമാണ്. ഇവിടെ പ്രധാനമായി പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിന്റെ അധികാരം ഇതിൽ പറയുന്നുണ്ട്. പ്രവർത്തക സമിതിയുടെ അധികാരം പറയുന്നുണ്ട്. ജനറൽ ബോഡിയുടെ അധികാരം പറയുന്നുണ്ട്. അധികാരങ്ങളും ചുമതലകളും പ്രസിഡന്റിന്റെ അധികാരം എന്താ? ഇതേ ഭരണഘടനയിൽ പറയുന്നുണ്ടല്ലോ. പ്രവർത്തക സമിതിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും പിരിച്ചുവിടുകയും ചെയ്യുക. ഇത് പ്രസിഡന്റിന്റെ അധികാരമാണ്. പ്രസിഡന്റിന്റെ അധികാരത്തിൽ എഴുതി വെച്ചതാ. ഇത് ഭരണഘടനയിലുള്ളതാ. ഞാൻ കൃത്യമായി വായിച്ചു തരാം.
പ്രസിഡന്റിന്റെ അധികാരം പ്രസിഡന്റിന് താഴെ കാണിച്ച അധികാരങ്ങൾ ഉണ്ടായിരിക്കും. ആര് പ്രസിഡന്റാണ്? ജാമ്യയുടെ പ്രസിഡന്റിന് എന്താ അധികാരം? പ്രവർത്തക സമിതി യോഗത്തിൽ അധ്യക്ഷം വഹിക്കുക, യോഗ തീരുമാനങ്ങളിൽ ഒപ്പുവെക്കുക, സംഘത്തിന്റെ ഭരണഘടനയ്ക്ക് അനുയോജ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക, യോഗങ്ങൾ ചേരാൻ നോട്ടീസ് നൽകുന്നതിന് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകുക, പ്രവർത്തക സമിതിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും പിരിച്ചുവിടുകയും ചെയ്യുക. സമത്വ കേരള ജമിയത്തിലൂടെ മുഷാവറയുടെ തീരുമാനത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും പിരിച്ചുവിടുകയും ചെയ്യുക എന്നല്ല. ജാമിയ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തക സമിതിയുടെ തീരുമാനം അനുസരിച്ച് ഒരാളെ നിർത്താൻ പിരിച്ചുവിടാം. എന്തിനു പിരിച്ചുവിട്ടും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, അത് അവർക്ക് ബോധ്യപ്പെട്ടതാ. നമ്മൾ എന്തുകൊണ്ട് ചോദിക്കുന്നത്? 11 മുഷാവറ മെമ്പർമാർ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റി എടുത്ത തീരുമാനം അവർക്ക് അന്തിമമാണ്. ആ തീരുമാനത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെടുത്ത തീരുമാനം ഇതനുസരിച്ചുള്ള തീരുമാനമാണ്. ഇതിൽ പറയുന്ന വകുപ്പ് തന്നെയാണ് സമത്വ ശരിയാവണ്ണം ശുപാർശ ചെയ്യുന്ന മെമ്പർമാരെ മാത്രമേ ജനറൽ ബോഡിയിൽ ചേർക്കാൻ പ്രവർത്തക സമിതിക്ക് അധികാരമുള്ളൂ. ആ പ്രവർത്തക സമിതിക്ക് സമത്വയുടെ 11 മെമ്പർമാരുള്ളത് കൊണ്ട് അവർ കൂടി ആലോചിച്ചിട്ടാണ് ജനറൽ ബോഡിയിൽ ആളുന്നത്. അവർ അംഗീകരിച്ചതാണത്. ഒരു എതിർപ്പും ഒരു ഒബ്ജക്ഷനും അവരെ ജനറൽ ബോഡിയിൽ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിർദ്ദേശവും ജാമ്യാനൂരിലേക്ക് ഇതുവരെ സമത്വ കൊടുത്തിട്ടില്ല. അപ്പൊ സമത്വ ചെയ്യാത്ത, സമത്വയുടെ ആനിമങ്ങൾ ചെയ്യാത്ത അവർക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഞങ്ങൾക്ക് മുഷാവറയിൽ പ്രതീക്ഷയുണ്ട്. മുഷാവറയിൽ പ്രതീക്ഷയുണ്ടെന്ന് പെരിന്തൽമണ്ണ വന്ന് മൈക്കിലിട്ടി വരേണ്ട കാര്യമില്ല. മുഷാവറയിൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ കത്ത് കൊടുത്താൽ മതി, അവരുടെ ഒരു ഉപദേശം തേടിയാൽ മതി. ജാമ്യ കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുക്കാമായിരുന്നല്ലോ, നിങ്ങൾക്ക് പാലക്കാട് തങ്ങളെ കാണാമായിരുന്നല്ലോ. ഒന്നും ചെയ്യാതെ നിങ്ങൾ പരസ്യമായി സമൂഹത്തിൽ വിഭാഗീയ പ്രവണതയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ സമൂഹം ഇത്രത്തോളം പ്രകോപിതരാകുമെന്ന് കരുതിയില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ, ജാമിയ ജനമനസ്സുകളിൽ അടിവേറുറച്ച അവസ്ഥാനമാണ്. അതിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു തൊട്ടുകളി നടത്തിയാൽ സമുദായം ഇളകുകയും പ്രതികരിക്കുകയും ചെയ്യും. ഈ മണിമുറ്റത്തെ മുഴുവൻ ജനങ്ങളും വന്നു ചേരുന്നത് വലിയ പോസ്റ്റർ അടിച്ചിട്ടും വലിയ പ്രചരണം നടത്തിയിട്ടുമല്ല. വർഷാവർഷം ജാമ്യയിലേക്ക് ഒഴുകുന്നത് പോലെ കേരളത്തിലെ ഒരു സ്ഥാപനത്തിലേക്കും ആളുകൾ ഒഴുകുന്നില്ല. എന്നാൽ ഫൈസിമാർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഈ ബിരുദത്തിന് സമൂഹം വലിയ അംഗീകാരം കൊടുക്കുന്നുണ്ട്. ആ അംഗീകാരത്തെ പോലെ സമൂഹത്തിൽ ഇല്ലാതെയാക്കി മഹല്ലുകളിൽ ഇവരോട് അവമതിപ്പുണ്ടാക്കുന്ന പണി എന്തിനാ ചെയ്യാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് അഭിഭാഷകന്മാരോട് ചോദിച്ചു നോക്കും നിങ്ങൾ. ആളെ വെക്കാനും പിരിച്ചുവിടാനും ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി ജാമ്യക്ക് ഉണ്ട്. ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി ഉണ്ട്. അണ്ടർ കൺട്രോൾ ഓഫ് സമത്വ അത് പാലിക്കുന്നുണ്ട്. 11 പേർ അറിയുന്നുണ്ട്. ഇത് തന്നെയാണ് ഇതിന്റെ ഭരണഘടനാ വകുപ്പ്. ഇന്നുവരെ ഒരാളെ പിരിച്ചുവിടുമ്പോഴോ അതല്ലെങ്കിൽ ഒരാളെ നിയമിക്കുമ്പോഴോ ഒരു ജനറൽ ബോഡി മെമ്പറെ നിയമിക്കുമ്പോഴോ സമത്വ മുഷാവറ തീരുമാനം എടുത്തിട്ട് നിങ്ങൾ വെച്ചാൽ മതി എന്ന് സമത്വ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? സമത്വക്കറിയാം പ്രമുഖരായ പ്രസിഡന്റും ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സമത്വയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ ഉണ്ടല്ലോ. ആ ഉസ്താദുമാരെക്കാൾ മുകളിലേക്ക് പോയിക്കൊണ്ട് സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ആര് വന്നാലും ശരി, വ്യക്തിപരമായി നമുക്ക് അവരോടൊരു വിദ്വേഷവുമില്ല. അവർ ഈ ചെയ്യുന്ന പ്രവർത്തനം സമുദായത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്ന പ്രവർത്തനമായിരിക്കും. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ ഐക്യപ്രവണതയെ തകർക്കാൻ എന്തിനാണ് മുന്നോട്ട് വരുന്നത്? സമൂഹം ഐക്യപ്പെട്ട് നിൽക്കുന്നിടത്ത് എന്തിനാ വിഭാഗീയത ഉണ്ടാക്കുന്നത്? ഒരു കൃത്യമായ സമയം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടെങ്കിലും ഇഷ്ടമുള്ള ഇനി ബാക്കിയുള്ള സമയത്ത് പിന്നീട് പറയാം. ഒറ്റ കാര്യം കൂടി ഞാൻ പറയുന്നു. ശരിക്ക് ഇവര് തന്നെ പ്രസിദ്ധീകരിച്ച് ഈ പ്രസംഗിച്ച ആളുകളൊക്കെ തന്നെ എഴുതി വെച്ച ഒരു പുസ്തകമുണ്ട്, സമത്വയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ശരിക്കും പറയുന്നുണ്ട് സമുദായം എവിടെ നിൽക്കണം. സമത്വയുടെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മഹാനായ ശൈഖുന ശംസുലമ കോഴിക്കോട്ട് വെച്ച് എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒരുമിച്ച് കൂട്ടി ശരീഅത്ത് സമ്മേളനം നടത്തിയ വിഷയം അതിൽ പറയുന്നുണ്ട്. ആ ശരീഅത്ത് സമ്മേളനം നടത്തിയത് സമത്വയുടെ ഭരണഘടന പ്രകാരമാണ്. ആ ഭരണഘടനയിൽ പറയുന്നുണ്ട് സമത്വ കേരള ജമിയത്തുലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഒരു തർക്കവുമില്ല. വിദഈ പ്രസ്ഥാനത്തിന്റെ പ്രതിരോധം അതൊരു തർക്കവുമില്ല. അത് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു മഹലിൽ നമ്മൾ വിദഅത്ത് അനുവദിക്കുന്നില്ല, നമ്മുടെ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ സാമുദായികമായി ഐക്യപ്പെടേണ്ട ചില ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. മഹാനായ ശൈഖുന ശംസുലം അത് കാണിച്ചു തന്നിട്ടുണ്ട് പൊതുപ്രശ്നത്തിൽ. മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അധികാരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ഭരണഘടനാ ലക്ഷ്യമാണ്. ആദ്യത്തെ 2 ലക്ഷ്യം മാത്രമല്ല സമത്വമുള്ളത്, അത് പ്രധാനമാണ് എന്ന് ഇവർ എഴുതിയ പുസ്തകത്തിൽ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. അതേ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, പേജ് 14 കൃത്യമായി പറയുന്നുണ്ട് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടുന്നതിനായി ആവശ്യമായി വന്നാൽ ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ സുന്നികൾ തയ്യാറാവേണ്ടി വരും. അവരെഴുതിയ വാചകമാണ്, അവരുടെ പുസ്തകത്തിൽ ഇപ്പോഴുണ്ട്.
സമത്വയിലെ നമ്മളൊക്കെ അന്നത്തെ പ്രസംഗിച്ചതാ. നമ്മൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. അന്ന് അതിനെ എതിർത്ത ആളുകൾ മറുപക്ഷത്ത് പോയി ഈ സമത്വയുടെ പേരും പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്, നമ്മളും വിഭാഗീയതനാക്കുന്നില്ല. പക്ഷെ അവരെന്താണോ അന്ന് പറഞ്ഞത് അത് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. 89 ആവർത്തിക്കാനാണ് ശ്രമമെങ്കിൽ ആ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ മുസ്ലിം ഉമ്മത്ത് സജ്ജമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ശ്രമം നടക്കൂല. 89 നിങ്ങൾ ആവർത്തിക്കാനാണ് ശ്രമിക്കുക. 89 പോയ ആളുകൾ എന്താണോ പറഞ്ഞത് അതേ വാചകമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ വാചകം. അവരാണ് ആദ്യമായി സമത്വയെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് ആദ്യമായി പറഞ്ഞത് അവരാണത് പറഞ്ഞത്. സമത്വയെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് ആദ്യം പറഞ്ഞത് അവരാണ്. ആദ്യം പറഞ്ഞത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ മുസ്ലിം ലീഗിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയത്. ഇത് രാഷ്ട്രീയ സമ്മേളനമാണ് എന്ന് ഇന്നലെ എഴുതിയ ആൾക്കാർ അന്ന് അവർ പറഞ്ഞ അതേ വാചകമാണ് പറയുന്നത്. അതേ വാചകം ഞാൻ പറഞ്ഞില്ലേ, അവര് മുമ്പ് പറഞ്ഞ വാചകത്തിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കൂ. കൃത്യമായി അവർ ഫൈസീസ് അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തോട് പറഞ്ഞ എന്തേ ഈ ജാമിയ നൂരിയ അറബി കോളേജിന് തറക്കല്ലിടുന്ന സമയത്ത് ആ തറക്കല്ലിടൽ കർമ്മത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ്, കോഴിക്കോട്ടെ ബഹുമാനപ്പെട്ട സെയ്ദ് തങ്ങളടക്കമുള്ള ആളുകളുണ്ടല്ലോ, ചെറുകുഞ്ഞിക്കോയ തങ്ങൾ. ആ കാലഘട്ടത്തിൽ കായിദ എമിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇവിടെ വന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുവെങ്കിൽ, അദ്ദേഹം സെനറ്റ് കൊടുക്കുന്നവരെ ഉണ്ടായെങ്കിൽ അന്നൊന്നും ആരും സമത്വ ഈ സ്ഥാപനത്തെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആരും പറഞ്ഞിട്ടില്ല. ഞാനിതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സമയമാകുമെന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. ഇവര് തന്നെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപനത്തെ രാഷ്ട്രീയവൽക്കരിച്ചു, അത് രാഷ്ട്രീയ പാർട്ടി കയ്യിൽ വെച്ചു, അതിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നതാണ് 89. അതേ വാചകമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് സമ്മേളനം വെച്ച് ഭിന്നിപ്പുണ്ടാക്കിയതാരാ? അന്ന് CP അച്യുതന്റെ ഒരു ലേഖനം എഴുതി 1989 ഫെബ്രുവരി 5 പേജ് 4 ദേശാഭിമാനിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ പത്രത്തിൽ ഒരു സുന്നി സമ്മേളനത്തിന്റെ ക്യാപ്ഷൻ വെച്ചിട്ട് വാർത്ത വരുന്നത്. എന്താ കാരണം? ഭിന്നിപ്പിനെ പ്രോത്സാഹിപ്പിക്കുക. അതേ കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. 1973 ഇവിടെ വെച്ചാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടായത്. ഹൈദരലി ഷാഫ് തങ്ങളായിരുന്നു പ്രസിഡന്റ്. സെക്രട്ടറി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ബാവുദ്ദീൻ ഉസ്താദ്. 79 നവംബറിൽ ഹൈദരി തങ്ങളെ രാജിവെക്കാൻ കാരണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് സമത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളാരും ജാമ്യ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. ജാമ്യയിലെ രാഷ്ട്രീയക്കാരല്ലല്ലോ ക്ലാസ് എടുക്കുന്നത്. ഓരോരുത്തരും അവനവന്റെ രാഷ്ട്രീയം അനുസരിച്ച് പ്രവർത്തിക്കും. രാഷ്ട്രീയ ആരോപണം തുടങ്ങിയതാരാണ്? ലീഗ് വിരുദ്ധരുടെ സഹായം സ്വീകരിച്ചതാരാണ്? ഒരു കാലത്ത് സമുദായ നേതാക്കൾ പൊതുപ്രശ്നത്തിൽ ഒന്നിക്കണമെന്ന് ആദ്യം പറയുകയും അതിനെ എതിർത്തവർ പറയുന്ന ഭാഷ ഇപ്പോൾ പറയുകയും ചെയ്യുന്നവരാണ്. കമ്മ്യൂണിസത്തെ സാമാന്യവൽക്കരിച്ചതാരാ? ആ സാമാന്യവൽക്കരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടത്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ ചില ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭ്യമാകുമെന്ന് കണ്ട് പഴയകാല പ്രവർത്തനങ്ങളെ ഈ സമൂഹം മറന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ രീതിയിലൊരു സമീപനം സ്വീകരിച്ചാൽ അത് അപകടമാണ്. പിന്നെ ചില ആളുകൾക്ക് ഒരു തർക്കം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതൊക്കെ ഒരു ഭിന്നിപ്പിലേക്കുള്ള പോക്കല്ലേ? ഒരിക്കലല്ല. കാരണം ഇവര് പറയുന്നത് ഞങ്ങളാണ് സമത്വ. ആരാ അവരെ മാത്രം സമത്വമായിട്ട് അംഗീകരിച്ചത്? അവർക്ക് അവരെ മാത്രം അവർ സമത്വക്കാരാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ മാത്രമേ സമത്വക്കാരാണ് എന്ന ധാരണ ഉണ്ടല്ലോ. ആ ധാരണ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അനുവദിക്കൂല. നിങ്ങൾ അവിടെ കൂടിയതിന്റെ ഇരട്ടിക്കിരട്ടി ആളുകൾ, അതിന്റെ എത്രയോ ഇരട്ടി ആളുകളാണ് ഇവിടെ കൂടിയുള്ളത്. മഴ പെയ്ത് ബുദ്ധിമുട്ടി നിങ്ങൾ പ്രചരിപ്പിച്ചു യോഗം നടക്കുകയില്ല, പിരിച്ചുവിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർത്തിവെച്ചിരിക്കുന്നു. സമസ്തയുടെ സ്ഥാപനത്തിന്റെ എംബ്ലം വെച്ചിട്ട് എനിക്ക് കിട്ടിയ ആ മെസ്സേജ് ഉണ്ട്. ജാമ്യയുടെ എംബ്ലം വെച്ചിട്ടാണ് ഈ യോഗം നിർത്തിവെച്ചിരിക്കുന്നതാണ്. ജാമ്യയുടെ എംബ്ലം വെച്ച് പച്ച കളവ് പറയുന്ന ആളുകൾ, വ്യാജം പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരൊക്കെയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നെങ്കിൽ ആ സുന്നത്ത് ജമാഅത്തിന്റെ സമൂഹം തള്ളിക്കളയും. ഉറപ്പല്ലേ? അത് ജില്ലാ വസ്തുവചന ഔദ്യോഗിക രൂപം തന്നെയാണ്. ഈ യോഗം നിർത്തിവെച്ചു എന്ന് നിങ്ങൾ പറയുന്ന വ്യാജല്ലേ? അത് കളവല്ലേ? കളവ് പറയാമോ? എന്തിനാണ് ഒരു വ്യാജ പ്രചരണം നടത്തി നിങ്ങൾ നിങ്ങളുടെ തലിപ്പ് തീർക്കുന്നത്? നേരെ പറഞ്ഞ കാര്യം പറഞ്ഞാൽ പോലെ ഞാൻ പറയുന്നു, നമ്മൾ ഒരിക്കലും ഒരു വിഭാഗീയതക്ക് കൂട്ടു നിൽക്കൂല. ഒരു വിഭാഗീയത ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഇവര് പറയുന്നതിന്റെ മുമ്പ് ഈ കാര്യങ്ങൾ സമത്വയുടെ ആലിമ്യങ്ങൾക്ക് അറിയാലോ. സമത്വയുടെ ആലിമ്യങ്ങൾ ഇതിന്റെ കമ്മിറ്റിയിലുണ്ടല്ലോ. അവരാണല്ലോ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത്. അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ. പിന്നെ ഈ ചെറുപ്പക്കാരായ നമ്മൾ ഈ ഉസ്താദുമാരിക്ക് അവരെ മുകളിൽ വന്നിട്ട് പ്രതിഷേധ പ്രകടനം നടത്താനും അതുപോലെ തന്നെ സമൂഹത്തിൽ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാനും അത് റിപ്പോർട്ട് ചെയ്യാൻ ചില മാധ്യമങ്ങളും
അതിന് സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ചില ആളുകളും ഇതൊക്കെ ആരാ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ട ബുദ്ധി ഉമ്മത്തിനുണ്ട് എന്ന് മാത്രമേ ദയവായിട്ട് പറയാനുള്ളൂ. അതൊന്നും സുന്നത്തിയമായിട്ടല്ല, ചില രാഷ്ട്രീയ പകപോക്കലുകളും ചില സ്വാർത്ഥ താല്പര്യങ്ങളുമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിനാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന് ഒരു കോട്ടവും ഇവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ വല്ല കോട്ടവും സംഘടിപ്പിക്കുമ്പോൾ അമ്മാണ് സംഭവിക്കുമെന്ന് തോന്നിയാൽ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി 89-ൽ ഈ സുന്നത്ത് ജമാഅത്തിനെ മറ്റൊരു വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ കവലകൾ തോറും പ്രസംഗിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തി സമത്വക്കൊപ്പം നിന്ന നേതാക്കളുടെ പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ പാരമ്പര്യത്തോടു കൂടി തന്നെ സമൂഹത്തെ ബോധവൽക്കരിച്ച് ഈ ഉമ്മത്തിനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതിൽ ഉറപ്പിച്ചു നിർത്താൻ ഞങ്ങൾ നിങ്ങളെക്കാൾ മുന്നിലുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾക്കതിന് കഴിയില്ല. അപ്പോഴേക്കും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാകും. തിരിച്ചു വിളിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സംഭവിക്കും. നിരീശ്വരത്വം ആദർശത്തിന് ഏറ്റവും അപകടകരമാണ്. അതിനെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല. ആ സാമാന്യവൽക്കരണമാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അവിടെ ഞാൻ അവസാനമായി ബ്രീഫായി 1-2 കാര്യങ്ങൾ പറയുന്നു. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഇവിടെ ഓണംപള്ളി പ്രസംഗിക്കാണ്ട് നാസർ ഫൈസി പ്രസംഗിക്കാണ്ട് പ്രധാന പ്രസംഗങ്ങളാണ്. ദിയാവുദ്ദീൻ ഫൈസി പ്രസംഗം 1, ഒരു സ്ഥാപനത്തിലെ നിയമനാധികാരവും നീക്കം ചെയ്യാനുള്ള അധികാരം സ്ഥാപനത്തിനാണ്. ഇവിടുത്തെ കീഴ്വഴക്കം അതാണ്. മിനിറ്റ്സ് പറയുന്നത് അതാണ്. അതിന് സമത്വം ഇതുവരെ എഴുതി പറഞ്ഞിട്ടില്ല. സമത്തിന് നിർദ്ദേശം കൊടുത്തിട്ടും അവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാമിയ കമ്മിറ്റിക്ക് പരാതി കൊടുക്കാമായിരുന്നു, മുഷാവറക്ക് കത്ത് കൊടുക്കാമായിരുന്നു. പരസ്യമായി വിഴുപ്പലക്കിയത് ശരിയല്ല. ആ പരസ്യമായ വിഴുപ്പലക്കൽ സമൂഹത്തിന് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാകുമെന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടാവുകയും ചില മാധ്യമങ്ങളും അതുപോലെ ദൃശ്യമാധ്യമങ്ങളും ഈ ഭിന്നിപ്പ് പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വാർത്ത കിട്ടാനും നിങ്ങൾ കരുക്കളാകുന്നെന്ന് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുത്ത ഈ സമയം, നിങ്ങൾ ഇതിന് തെരഞ്ഞെടുത്ത സമയം മുസ്ലിം ഉമ്മത്തിന്റെ വഖഫ് സ്വത്ത് നമ്മുടെ പള്ളിയുടെ വഖഫ് സ്വത്താണെങ്കിലും ഏതെങ്കിലും ഒരു തലതെറിച്ചവൻ അത് വഖഫ് സ്വത്തല്ല എന്നൊരു പരാതി കൊടുത്താൽ ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ കലക്ടറുടെ മുകളിലുള്ള ആള് ഉടനെ വന്ന് അന്വേഷിച്ച് ആദ്യം അത് ബാൻ ചെയ്യും. അന്ന് മുതൽ അത് വഖഫല്ല. എല്ലാ അഭിഭാഷകന്മാരോടും ചോദിച്ചു നോക്കൂ. അവർ വെച്ച നിയമത്തിന്റെ ഏറ്റവും ഗൗരവതരമായ കാര്യം, ഈ മുറ്റം ഇത് വഖഫല്ല എന്നൊരാൾ പരാതി കൊടുത്താൽ ഇത് കേസിലാണ്. കേസിൽ നിൽക്കുന്ന സമയത്ത് വിധി പറയുന്നത് വരെ അത് വഖഫല്ല. മക്ബറയാണെങ്കിൽ അവിടെ ഒരിക്കലും മറവ് ചെയ്യാൻ പറ്റൂല. പള്ളിയാണെങ്കിൽ തുറക്കാൻ പറ്റൂല. ജാർഖണ്ഡില് 100 കണക്കിന് മദ്രസകൾ കൂട്ടിച്ചു. നിങ്ങൾ വായിക്കും പത്രത്തില്. ആ സമയത്താണ് നിങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ നെഞ്ചകത്തെ പിളർപ്പുണ്ടാക്കാൻ വേണ്ടി പെരിന്തൽമണ്ണയിൽ വന്നുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ സമൂഹത്തിൽ പ്രസംഗിച്ച് ഇല്ലാത്ത വിഭാഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് സമുദായം സഹിക്കുകയില്ല എന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുക. അതിന് സമൂഹത്തിന് വേദനയുണ്ട്. ആ വേദന കൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ വന്നത്. ആ വേദനയാണ് ഈ ആൾക്കാർ പ്രകടിപ്പിച്ചത്. ആ മനോവേദനയാണ് ജാമ്യയുടെ മുറ്റത്ത് തലം കെട്ടി നിൽക്കുന്നത്. നിങ്ങളെടുത്ത സമയം ശരിയായില്ല. അതുപോലെ തന്നെ 2025 മാർച്ച് 1 2025 മാർച്ച് മാസം 1-ാം തീയതി നിങ്ങൾ മനസ്സിലാക്കണം, കോഴിക്കോട്ട് വെച്ച് ചർച്ച നമ്മളൊക്കെ ചർച്ച നടത്തിയല്ലോ. ആ ചർച്ച നടത്തിയ സമയത്ത് കോഴിക്കോട്ട് വെച്ച് ചർച്ച നടത്തുമ്പോ, അതായത് നോമ്പിന്റെ തൊട്ട് മുമ്പ്, നോമ്പിന്റെ തലേ ദിവസം ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞിരുന്നു ഉസ്താദുമാർ, ഇനി ചേരി തിരിഞ്ഞ് സമ്മേളനം നടത്താൻ പാടില്ല, ചേരി തിരിഞ്ഞ് സമ്മേളനം നടത്താൻ പാടില്ല. അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ചേരി തിരിഞ്ഞ സമ്മേളനം നടത്തിയത് ആ കരാർ ലംഘനമാണ്, അല്ലെങ്കിൽ ഉസ്താദുമാരുടെ വാക്ക് ലംഘനമാണ്. ആ വാക്ക് നിങ്ങൾ ലംഘിച്ചു എന്നത് വസ്തുതാപരമാണ്. അതിന് മറുപടിയായി അവർ പറയുന്നത്, ഒരാളെ പിന്നെ ഇവിടെ പിരിച്ചുവിട്ടില്ലേ, നമ്മളോട് ആ വാക്ക് പറഞ്ഞ ഉസ്താദ് അടക്കം ഈ യോഗത്തിലുണ്ട്. അവര് തീരുമാനമെടുത്തത് ഒരു കമ്മിറ്റിയുടെ തീരുമാനമാണ്. പല സ്ഥാപനത്തിലും ഇതുപോലെ തീരുമാനമെടുത്തിട്ടുണ്ട്. നമ്മളാകുന്ന അണികളോട് ഉസ്താദുമാർ പറഞ്ഞെന്താ, അവര് പറഞ്ഞത് കേൾക്കാം, പിന്നെ വ്യാഖ്യാനം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആ തീരുമാനമെടുത്തത് ഈ നിയമത്തിന് ലംഘനമാണെങ്കിൽ ആരാ നടപടി എടുക്കേണ്ടത്? സമത്യാണ്, ആലിമികളാണ് അത് പറയേണ്ടത്. നമ്മൾ ചെയ്തു തിരിഞ്ഞ് ഒരു സമ്മേളനം നടത്തിയത് ശരിയായോ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ? പിന്നെ ജാമിയ കമ്മിറ്റി ഉസ്താദുമാർ മോശപ്പെട്ട വാക്ക് പറഞ്ഞു, സമത്വയുടെ ആലിമികളാണ്. ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ സമത്വയുടെ ആലിമികളെന്ന് അവരാരും അങ്ങനെ പറഞ്ഞതായി എനിക്ക് വിവരം കിട്ടിയില്ല. അതൊക്കെ അവര് പറയും. അവര് ഇതുപോലത്തെ ചില വാക്കുകൾ പറഞ്ഞ ആളുകളെ കുറിച്ച് പറഞ്ഞു എന്നാ പറയും. സമത്വയുടെ ആലിമികളെ കുറിച്ചല്ല പറഞ്ഞത് എന്നാണ് അന്വേഷണത്തിൽ ലഭ്യമായ വിവരം. എന്നിട്ട് ജാമ്യയിൽ മോശപ്പെട്ട രീതിയിൽ ക്ലാസ്സിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുക. ജനങ്ങൾ സംഭാവന തന്നിട്ടാണ് ഈ സ്ഥാപനം നടക്കുന്നത്. ജനങ്ങളെ മനസ്സിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് അവമതിപ്പുണ്ടാക്കിയാൽ ബാബകിത്തങ്ങളും പാണക്കാട്ടെ പൂക്കോയത്തങ്ങളും മഹാന്മാരായ സമത്വയുടെ ആലിമ്യങ്ങളും ഒട്ടുമൽ സാധൊക്കെ ഇതിനു വേണ്ടി അധ്വാനിച്ചത്, കാളമ്പാടി സാധൊക്കെ അധ്വാനിച്ചത് അറിയാലോ. ശംസുലമയെ പോലുള്ള മഹാനഗർമാർ അവരധ്വാനിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തിന്റെ ആദരവ് സമൂഹത്തിൽ നഷ്ടപ്പെടുത്തുന്ന വാക്ക് നമ്മൾ പറയാവോ? അതും ഞാനല്ല എന്ന് പറഞ്ഞ, ഞാനിതിന്റെ ഇവിടുത്തെ ശിഷ്യനല്ല, ഇവിടുത്തെ ശിഷ്യന്മാരായത് പറയാമോ? നിങ്ങൾ നോക്ക്.
ശിഷ്യന്മാർ പറഞ്ഞു മനസ്സിലാക്കി ശിഷ്യന്മാരെ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ആളുകള് അവരെ കൂട്ടിയിട്ട് പ്രതിഷേധം നടത്താൻ നിർദ്ദേശം കൊടുക്കുന്നത് ശരിയാണോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടണ്ടേ? അതുപോലെ നോക്ക് നിങ്ങള്, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സമൂഹത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സമത്തെ സമീപിക്കലായിരുന്നു. ഗുരുവര്യന്മാർ എന്തുകൊണ്ട് ഇവരെ തടഞ്ഞില്ല എന്നൊരു ചോദ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? അത് നടത്തേണ്ടെന്ന് ഉസ്താദുമാര് പറയാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താറിയോ? ഇവർ പറഞ്ഞാൽ കേൾക്കൂല. അതിന്റെ തെളിവെന്താ? മലപ്പുറത്തൊരു ചർച്ച വെച്ചപ്പോ ഇവര് വരാമെന്ന് പോലും വന്നില്ല. പറഞ്ഞാൽ കേൾക്കാത്തവരോട് പിന്നെ ഉസ്താദുമാര് പറയില്ലല്ലോ. അല്ലെങ്കിൽ ഉസ്താദുമാര് പറയും നിങ്ങളിപ്പോ അങ്ങനെ നടത്തണ്ടെന്ന് ഉസ്താദുമാര് പറയും. ഇവര് പറഞ്ഞാൽ കേൾക്കാത്തൊരു ടീമാ. ഞങ്ങള് ആ ചർച്ചയിൽ മലപ്പുറത്തെ ഞങ്ങളെ കൂടെ ഇരുന്ന ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉസ്താദുമാരിൽപ്പെട്ട ഒരു പ്രമുഖനായ പണ്ഡിതൻ പറഞ്ഞ വാക്ക് ഇവര് പലരും സാക്ഷിയാ. ഇവര് പറഞ്ഞപ്പോ വന്നു, ഇവര് നമ്മൾ പറഞ്ഞത് കേട്ടു, മറ്റൊരു പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടു എന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് അവർ കേൾക്കാൻ രീതിയിൽ നമ്മൾ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചർച്ച മലയമാവുന്ന വൈശ്യവട്ടത്തിലോ നസർ വൈശ്യവട്ടത്തിലോ അങ്ങനെ പറഞ്ഞത് അവർ വിശദീകരിക്കട്ടെ, അവർക്കൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ജാമിയ നൂരിയ ഇന്നേ വരെ സമത്തയുടെ പന്ഥാവിൽ നിന്ന് വ്യതിചലിക്കാതെ അതിന്റെ പഴയകാല മിനിസിലും തീരുമാനത്തിലും ഉള്ളതുപോലെ അതിന്റെ ആലിമ്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുമ്പോ പാണക്കാട് തങ്ങളോട് എന്തെങ്കിലും വിരോധം വെച്ച് ജാമിയെ സമൂഹത്തിൽ അവമതിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സമുദായം ജാമിയക്ക് പിന്നിലും ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങൾക്ക് പിന്നിലും പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന സത്യം ഈ സമൂഹത്തിനറിയാം. അതിനെ നിങ്ങൾ രാഷ്ട്രീയ പേരിട്ട് വിളിച്ചാലും ഇതിനെ രാഷ്ട്രീയ സമ്മേളനമാക്കിയാലും സമൂഹം അത് അംഗീകരിക്കുന്നില്ല. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ഫേസ്ബുക്ക് ഒക്കെ 2004 തുറക്കുന്നത്. 2004 മുമ്പ് ജാമ്യല്ലേ? വാട്സപ്പ് 2009 വരുന്നത്. അതിന് മുമ്പ് ജാമ്യല്ലേ? നിങ്ങൾ കുറെ വാട്സപ്പ് മുഫ്തിമാര് വന്നിട്ട് സമൂഹത്തിൽ എന്തിനു ഭിന്നത ഉണ്ടാക്കുന്നു? ആ ഒരൊറ്റ ചോദ്യം മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. വാട്സപ്പിലും ഫേസ്ബുക്കിലും പരസ്യമായ വീഴ്പ്പലക്കലിനുമല്ല ഇത് തീർക്കേണ്ടത്. ഉസ്താദുമാരുമായി ചർച്ച ചെയ്ത് ഒരു രമ്യതയിലെത്തി വഖഫ് സ്വത്ത് പോലും നഷ്ടപ്പെടുന്ന സമയത്ത് വ്യക്തിത്വം ഉമ്മത്തിന്റെ നഷ്ടപ്പെടുമ്പോ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ മദ്രസ പൂട്ടാൻ തുടങ്ങി, പള്ളി പൊളിക്കാൻ തുടങ്ങി. അതിവിടെ വരുമ്പോ ഇവര് കളിയാക്കും, ഫാഷിസം തലക്ക് മീത വരുന്നു, ഞങ്ങൾക്ക് ഫാഷിസം അല്ല പ്രവർത്തനം, ഞങ്ങൾക്ക് സുന്നത്യമായിട്ടാണ് പ്രശ്നം എന്ന് പറയുന്നു. അത് പണ്ട് മറ്റൊരു പറഞ്ഞു തന്നെയാണ്. ബാബരി പള്ളിയല്ല പ്രശ്നം, ബാലപ്പറ്റ പള്ളിയാണ് പ്രശ്നം എന്ന് പറഞ്ഞത് ഓർമ്മണ്ടോ? അവിടെയൊക്കെ മടക്കുന്നത് നിങ്ങൾ ഈ ഉമ്മത്തിനെ 89 വലിച്ചു കൊണ്ടുപോകുന്നത്. അത് തടയാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ സമ്മേളനത്തിന് പ്രകൃതിയുടെ മാറ്റത്തെ വകവെക്കാതെ ഓടി വന്ന് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ആവശ്യമായി വന്നാൽ സമത്വം വിളിച്ചാൽ, ജാമ്യ വിളിച്ചാൽ, നമ്മുടെ നേതാക്കൾ ഉത്തരവിട്ടാൽ ഈ രീതിയിൽ ഒരുമിച്ച് കൂടാനും സമാധാന മാർഗത്തിൽ പ്രതിഷേധങ്ങളല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിശദീകരണ സമ്മേളനം നടത്താനും ഈ ഉമ്മത്ത് തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.